അതായത് ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡിവിഷൻ ഫോം ഉള്ളപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല, ശരിക്കും വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പൊ ഈ ഗവൺമെന്റാണ് ഇതിന്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പം നേരത്തെ 1:40 ആയിരുന്നു റേഷ്യോ, സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ. പല കാലങ്ങളായിട്ട് അത് കുറച്ചു കൊണ്ടു 1:35 ആയി, 1:30 ആയി. ഇപ്പൊ 1:25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. 25 കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറ്. പിന്നെ നിങ്ങൾക്കറിയാം സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ്, അല്ലാതെ പൊതു സംവിധാനത്തിലുള്ള കുറവല്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അത് ദൃശ്യമായി തുടങ്ങി. എണ്ണം കുറയാണ്, എൻറോൾമെന്റ് കുറയാണ്, കുട്ടികളുടെ എണ്ണം കാരണം കുറവാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്, ഡെമോഗ്രാഫിക് റീസൺസ് ആണ്. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നമുണ്ട്, ലേറ്റ് മാരേജിന്റെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ എൻറോൾമെന്റ് കുറയാണ് കുട്ടികളുടെ. അതുകൊണ്ടാണ് നമ്മൾ 2 മാസം അവരോട് നമ്മൾ ചോദിച്ചത്. നമ്മൾ അവരോട് ഏതെങ്കിലും സമീപകാലത്ത് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടോ? 3 പ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചു അവരോട്. ഞാൻ എൻ്റെ ചേംബറിൽ വിളിച്ച് അവരോട് സംസാരിച്ചു. തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് കത്ത് കൊടുത്തു. അവിടെ കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുപോയി സമരപ്പന്തലിൽ കൊണ്ടുപോയി, ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല കേരളത്തിൽ, അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അവർ സമരം ചെയ്യുന്നതിന് എതിർക്കുമല്ല നമ്മൾ ചെയ്തത്, നമ്മളൊന്ന് പഠിക്കാനുള്ള സമയം ചെയ്തത്, അവരെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അവിടെ കൊണ്ട് കത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വിളിപ്പിച്ചു സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5ാമത്തെ 6ാമത്തെ റൗണ്ടാണ് ഗവൺമെന്റ് ഇടപെട്ടത്. അല്ലാതെ സമരക്കാരെ അധിക്ഷേപിക്കുകയോ അവരെ പുച്ഛിക്കുകയോ അവർ സമരം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. എവിടെ? ഉറപ്പായിട്ട് അത് അവിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവതരമായ അന്വേഷണം PSC നടക്കുന്നത്. എനിക്ക് പലതും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, ഷോക്കിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത്. ഞാനിപ്പോൾ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു അന്വേഷണം, ഗൗരവത്തോടു കൂടി ഒരു അന്വേഷണം നടക്കുന്നത്. അല്ല, അതല്ലേ ഇപ്പം നമുക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും. അല്ല, അതിന്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരാതെ റിപ്പോർട്ടിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമുക്കൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു കമന്റ് പറയുന്നത് ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ട് അങ്ങനെ പറയുന്നതിൽ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തില്ല, ആരെയും ഒരാളെയും പ്രൊട്ടക്ട് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാ. എൻ്റെ പേഴ്സണൽ സ്റ്റാഫാണോ? എന്താണത്? നിങ്ങൾക്കറിയാല്ലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞോട്ടെ. അത് പുള്ളി ഞാനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞത്.
ഇല്ലില്ല, അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണ പരിധിയിൽ സർക്കാർ ഇടപെടില്ല. ഞാനത് ദേവസ്വം മന്ത്രിയായിട്ട് അത് വളരെ വിശദമായി സംസാരിച്ചു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർ തന്നെ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, നമ്മളല്ല വെച്ചത്, ഹൈക്കോടതി തന്നെ നേരിട്ട് സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണമാണ്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് രാഷ്ട്രീയമായ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും ഒപ്പം തന്നെ ആക്ഷേപങ്ങളുടെ അടക്കം മറുപടി പറയുന്നത്. എന്തായാലും മെസ്സി വിവാദത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും മുൻ സർക്കാരിൻ്റെ കാലത്തെ ചില പിഴവുകളടക്കം പരാമർശിച്ചുമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.